ഇന്നത്തെ സോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ബ്രെയിനിനെ കുറിച്ച് പഠിച്ചു, ബ്രെയിനിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, റിഫ്ലക്സ് ആക്ഷൻ പഠിച്ചു. അങ്ങനെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ, നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നെർവസ് സിസ്റ്റവുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെൻസ് ഓർഗൻസ് എന്താണ് ഈ സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ? സെൻസ് ഓർഗൻസ് ആർ ഓർഗൻസ് വിച്ച് ആക്ട് ആസ് വിൻഡോസ് ഓഫ് അവർ ബോഡി. നമ്മൾ സെൻസ് ഓർഗനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ പരിസ്ഥിതിയിലേക്ക് തുറക്കുന്ന വിൻഡോസ് ആണ്, നമ്മുടെ ബോഡിയുടെ വിൻഡോസ് ആണ് സെൻസ് ഓർഗൻസ് എന്നാണ് പറയുക. അതായത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ശരീരത്തിന് ഇൻഫർമേഷൻ കിട്ടുന്നത് സെൻസ് ഓർഗൻസ് വഴിയാണ്. There are 5 സെൻസ് ഓർഗൻസ് in our body. നമുക്കറിയാം, ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്, സ്കിൻ, ഇതൊക്കെ നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. അപ്പൊ എല്ലാ സെൻസ് ഓർഗൻസിലും റിസപ്റ്റർ സെൽസ് ഉണ്ട്. ഇത് റിസീവ് സ്റ്റിമുലൈ. അപ്പോൾ ഒരു സെൻസ് ഓർഗൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക? ദേ ആർ ഏബിൾ ടു റിസീവ് സ്റ്റിമുലൈ ഫ്രം ദി എൻവയോൺമെന്റ്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഉദ്ദീപനങ്ങൾ, അത് പ്രകാശത്തിന്റെ രൂപത്തിലാവാം, ശബ്ദത്തിന്റെ രൂപത്തിലാവാം, സ്പർശത്തിന്റെ രൂപത്തിലാവാം, ടെമ്പറേച്ചർ വ്യത്യാസത്തിന്റെ രൂപത്തിലാവാം. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസിന് സ്വീകരിക്കുവാൻ പര്യാപ്തമാണ് സെൻസ് ഓർഗൻസ്. ഈ സെൻസ് ഓർഗൻസിനെ ഇതിനെ പര്യാപ്തമാക്കുന്നത് സെൻസ് ഓർഗൻസിനുള്ളിലുള്ള ചില റിസപ്റ്റർ സെൽസ് ആണ്. ഇപ്പൊ ഓരോ സെൻസ് ഓർഗൻസിനും അതിൻ്റെതായ റിസപ്റ്റർ സെൽസ് ഉണ്ട്. റിസപ്റ്റർ സെൽസ് അതിന്റെ ഡീറ്റെയിൽസിൽ വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ എങ്കിൽ കൂടി എല്ലാ റിസപ്റ്റർ സെൽസിനും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ദ റിസീവ് സ്റ്റിമുലൈ. അത് മാത്രമല്ല, ആ റിസപ്റ്റർ സെൽ ഒരു സെൻസറി ന്യൂറോണുമായി സിനാപ്സിലായിരിക്കും. അപ്പോൾ എല്ലാ റിസപ്റ്റർ സെൽസിനും, ഇപ്പൊ കണ്ണില് റിസപ്റ്റർ സെൽസ് ഉണ്ട്. ആ റിസപ്റ്റർ സെൽസ് ആണ് കോൺസ് ആൻഡ് റോഡ്സ്. നമ്മളതിൽ പഠിക്കാൻ പോകാം. അതുപോലെ ഇയറിൽ റിസപ്റ്റർ സെൽസ് ഉണ്ട്, നോസിൽ റിസപ്റ്റർ സെൽസ് ഉണ്ട്, സ്കിന്നിൽ റിസപ്റ്റർ സെൽസ് ഉണ്ട്, ടങ്ങിൽ റിസപ്റ്റർ സെൽസ് ഉണ്ട്. അപ്പൊ ഈ റിസപ്റ്റർ സെൽസ് ഒക്കെ, സപ്പോസ് ദിസ് ഇസ് എ റിസപ്റ്റർ സെൽ and the shape may be different in different sense organs. This is a receptor cell, and these receptor cells actually is in synapse with a neuron. ഒരു ന്യൂറോണുമായി അത് സിനാപ്സിലായിരിക്കും. നമ്മൾ ഈ സിനാപ്സിനെ റിസപ്റ്റർ ന്യൂറോൺ സിനാപ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു സ്റ്റിമുലൈ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്റ്റിമുലസ് ഇവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ആവേഗമുണ്ട്. അത് ഈ റിസപ്റ്റർ സെൽസിൽ ഒരു നെർവ് ഇമ്പൾസ് ഉണ്ടാവുകയും ആ നെർവ് ഇമ്പൾസ് ഈ സെൻസറി ന്യൂറോൺ വഴി ബ്രെയിനിൽ, ആ ന്യൂറോൺ ചെയിൻ വഴി നമ്മുടെ ബ്രെയിനിലെത്തുകയും ബ്രെയിനിന്റെ സെൻസറി ഏരിയയിലെത്തുകയും അവിടെ ഓരോന്നിനും പ്രത്യേകം ഏരിയ ഉണ്ട്. കാഴ്ചയ്ക്ക് ഏരിയ ഉണ്ട്, ഹിയറിംഗിന് ഏരിയ ഉണ്ട്, ഗന്ധത്തിന് ഏരിയ ഉണ്ട്. ആ ഏരിയയിലെത്തുകയും അവിടെ അത് അനലൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആ സെൻസ് അല്ലെങ്കിൽ ആ ഒരു അനുഭവം, കാഴ്ചയുടെ അനുഭവമായിരിക്കാം, കേൾവിയുടേതായിരിക്കാം, സ്പർശനത്തിൻ്റെതായിരിക്കാം, നമുക്കത് ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോഴാണ്. ഓക്കെ, ഇതാണ് ഒരു റിസപ്റ്റർ സെൽസിന്റെ പൊതുവായിട്ടുള്ള സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കണ്ണിനെ കുറിച്ച്, ഐ, സെൻസ് ഓർഗൻ ഐയെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാൻ. ഓക്കെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്.
Eyes are situated. There are a pair of eyes which are spherical in shape. അല്ലേ, കണ്ണ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പാണ്. നമ്മൾ പുറമെ കാണുന്ന ആകൃതിയല്ല കണ്ണിനുള്ളത് നമുക്കറിയാം. They are protected by eyelids and eyelashes. Okay, and they are situated in two pits of the skull. രണ്ട് കുഴികളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുഴിക്ക് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കണം. ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. So two orbits are there, two pits are there in the skull, and eyes are situated within these pits or orbits, and eyes are connected with the skull bone by means of muscles, eye muscles. Eye muscles are there. Eye muscles are there. So these eye muscles, the contraction and relaxation of these eye muscles enable the eye to rotate or to move in different directions to enable a clear vision. Okay. നമുക്കറിയാം eye is a spherical structure, almost spherical structure, and the wall of the eye is made up of 3 layers. 3 layers കൊണ്ടാണ് ഐയുടെ കണ്ണിന്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം. The outer wall, that is the outer wall. The outer wall of the eye is a thick, a white colored layer which is made up of connective tissue, and that layer is very thick and is protective in function. That layer is called sclera or scleroid cord, or simply it is called sclera. And the front portion of the sclera is a transparent structure. It's a transparent structure. It's transparent. It's not thick as it is behind the eye. It is very transparent. And this transparent portion of the eye is called cornea. It is cornea. It is transparent to enable the light to pass into the eye for vision. Okay. So the front part of the scleroid cord or sclera is called the cornea. It is thin, very thin and transparent. Okay. Now coming to the second layer. The second layer is called the choroid cord. Second layer is called the choroid. It's a pigmented layer. It's a pigmented layer. And it has some pigments in it, and also it is highly vascularized, means high blood vessel, large number of blood vessels are present, and high supply of blood is there in the choroid, and it provides nutrition to the eye. And then again the front part of the choroid, and this layer is called the choroid. This is called the choroid, and the front portion of the choroid has certain modifications. The front part of the choroid has certain modifications, and it has, the front part has a structure like this, and this is called the iris, and this part is called the iris. This part is called the iris, and it has also a structure like this called ciliary body. This is called the ciliary body. Ciliary body. Now, iris is made up of iris muscles. Iris is made up of iris muscles, and the ciliary body is also made up of muscles, ciliary muscles. And these ciliary muscles has certain ligaments attached to the ciliary muscles. There are ligaments, and these ligaments are attached to, and these ligaments, between these ligaments, a convex lens, a crystalline convex lens is held in place. So this is the convex lens. And the lens, as you know,
focuses the light that is entering into the eye to the third layer or innermost layer of the eye, that is retina. Okay, this is the lens. Now this iris, the iris is not a complete one. It leaves an aperture at the center. It leaves a hole at the center, and this aperture is called the pupil. It's called the pupil. And by the contraction and relaxation of these iris muscles, the iris can be extended forward, or it can be enlarged, or it can be retraced back. So, by the contraction and relaxation of this iris muscle, the size of the pupil can be adjusted, can be changed. That means the pupil is an opening through which the light enters into the eye. അപ്പോൾ ഈ pupil കൂടിയാണ് ലൈറ്റ് ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ pupilന്റെ size, the size of the pupil can be increased or decreased by the contraction and relaxation of these iris muscles. That depends upon the availability of light. അപ്പോൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച്, ഇപ്പൊ നല്ല തീവ്രത, പ്രകാശത്തിന്റെ തീവ്രത കൂടുതലുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല തീവ്ര പ്രകാശം ഉള്ളപ്പോൾ വസ്തുക്കളെ നോക്കുന്ന സമയത്ത് the pupil reduces in size. ഐറിസ് റിലാക്സ് ചെയ്യുകയും pupil എന്ത് ചെയ്യുന്നു, അത് റെഡ്യൂസ് ചെയ്യുകയും, അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ദാറ്റ് so much of intense light should not enter into the eye. Okay, that may impair with the vision. അതുപോലെ നമ്മൾ മങ്ങിയ പ്രകാശത്തിലാണ് വസ്തുക്കളെ നോക്കുന്നതെങ്കിൽ അപ്പോൾ ധാരാളം ലൈറ്റ് ഉള്ളിലേക്ക് കടന്നു വരേണ്ട ആവശ്യമുണ്ട്, എങ്കിലേ നമുക്ക് ഒരു ക്ലിയർ വിഷൻ നമുക്ക് കിട്ടും. അപ്പോൾ the pupil should be enlarged, the size of the pupil should be enlarged, and that is by the contraction of the iris muscle. iris muscle contract ചെയ്യും, pupil enlarge ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ പ്രകാശം ഉള്ളിലേക്ക് കടന്നു കാണേണ്ട ആവശ്യമുണ്ട്, കാരണം നമ്മൾ നോക്കുന്നത് മങ്ങിയ പ്രകാശത്തിലാണ്. ഓക്കെ, അങ്ങനെ based on the intensity of light, the size of the pupil can be increased or decreased by the contraction relaxation of the iris muscle. അതുപോലെ തന്നെ ഇവിടെ ciliary body, the ciliary body also can contract and relax. അപ്പോൾ ciliary ബോഡിയുടെ കൺട്രാക്ഷനും റിലാക്സേഷനും അനുസരിച്ച് ഈ ലെൻസിന്റെ സൈസ്, ലെൻസിന്റെ കർവേച്ചർ വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. ഇപ്പൊ ലെൻസിന് നീളം കൂട്ടി വണ്ണം കുറയ്ക്കാം, അതുപോലെ നീളം കുറച്ച് വണ്ണം അതിന്റെ വിഡ്ത്ത് കൂട്ടാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ബൈ ദ കൺട്രാക്ഷൻ ഓഫ് ദ സീലിയറി ബോഡി, സീലിയറി മസിൽസിന്റെ കൺട്രാക്ഷൻ വഴിയാണ് അത് സാധിക്കുന്നത്. ദാറ്റ് ഈസ് ടു വ്യൂ നിയർ ആൻഡ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും ഏകദേശം ഒരേപോലെ ക്ലാരിറ്റിയോട് നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഈ ലെൻസിന്റെ കർവേച്ചർ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ്. ലെൻസിന്റെ കർവേച്ചർ, ലെൻസിന്റെ വക്രതയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ്. അതായത് ലെൻസിന് വേണമെങ്കിൽ ഇങ്ങനെ നീളം കൂട്ടി അപ്പോൾ വണ്ണം കുറയും, അല്ലെങ്കിൽ വീതി കുറയും. അതുപോലെ നീളം കുറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ വീതി കൂടും. ഇപ്പൊ ഇത് രണ്ടും ചെയ്യാൻ സാധിക്കും ബൈ ദ കൺട്രാക്ഷൻ ഓഫ് ദ റിലാക്സേഷൻ ഓഫ് ദ സീലിയറി ബോഡി. കാരണം സീലിയറി ബോഡി ലിഗമെന്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ സീലിയറി ബോഡി കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ലിഗമെന്റ് ഒരു വലിവുണ്ടാവുകയും അത് ലെൻസിനെ ബാധിക്കുകയും ലെൻസ് കൂടുതൽ വലിയുകയും ചെയ്യുന്നു. അപ്പോൾ ലെൻസ് നീളം കൂടി വീതി കുറഞ്ഞു വരുന്നു. അതേപോലെ തന്നെ സീലിയറി ബോഡി റിലാക്സ് ചെയ്യുന്ന സമയത്ത് ലെൻസിലേക്കുള്ള വലിവ് കുറയുകയും അത് ലെൻസ് നീളം കുറഞ്ഞ് അത് വീതി കൂടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ലെൻസിനുള്ള കർവേച്ചർ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ ക്ലാരിറ്റിയോട് കാണാൻ നമുക്ക് സാധിക്കുന്നു. ഓട്ടോ ഫോക്കസിങ് മെക്കാനിസം ഒരു ഐക്ക് ഉണ്ട്. ഓക്കെ, ഇതിന് പവർ ഓഫ് അക്കോമഡേഷൻ എന്നാണ് ഇതിന് പറയുക. നമ്മുടെ കണ്ണിന്റെ പവർ ഓഫ് അക്കോമഡേഷൻ എന്നാണ് പറയുക. ഇനി നമുക്ക് തേർഡ് ലെയർ, മൂന്നാമത്തെ ലെയറിനെ കുറിച്ച് നോക്കാം. The third layer is an incomplete layer. ഇത് കണ്ണിന്റെ പിൻഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ലെയർ ആണ് തേർഡ് ലെയർ. That is the retina. Third layer or innermost layer is called the retina. നമ്മൾ മലയാളത്തിൽ നേത്രപടലം
എന്നാണ് പറയുക. ബിക്കോസ് കാഴ്ച സാധ്യമാവുന്നത് അല്ലെങ്കിൽ റിസപ്റ്റർ സെൽസ് ഉള്ളത് ഈ റെറ്റിനയിലാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള റിസപ്റ്റർ സെൽസ് ആണ് റെറ്റിനയിലുള്ളത് എന്ന് നമുക്കറിയാം. രണ്ട് തരത്തിലുള്ള റിസപ്റ്റർ സെൽസ് റെറ്റിനയിൽ കാണപ്പെടുന്നുണ്ട്. റോഡ്സ് ആൻഡ് കോൺസ്. റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. They are called so because of their shape. Rod cells are elongated in shape. Rod cells are almost like this, elongated in shape, and the cone cells are almost triangular in shape. Triangular in shape. So these are that is why they are called rod cells and cone cells. So these cells have different distinct functions in the eye. Cone cells are used for bright light vision or photopic vision. That vision is called photopic vision. Photopic vision. Vision in bright light or daylight vision. That vision is called photopic vision. And also, cone cells are responsible for color vision. So two functions are assigned to the cone cells. One is the bright light vision, that is photopic vision, and the second one is color vision. A pigment present, the pigment present in the cone cell is called photopsin. That is called photopsin or conopsin. It is also called a conopsin. Photopsin or conopsin. So there is a derivative that has a protein called opsin and a derivative from vitamin A. Then rod cells. Rod cells are responsible for dim light vision. Dim light vision. നമ്മൾ റൂമിനുള്ളിൽ ഇരിക്കുക, വീടിനുള്ളിൽ ഇരിക്കുക, നമ്മുടെ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് ഈ റോഡ് സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിം ലൈറ്റ് വിഷൻ, അതുപോലെ സന്ധ്യ മയങ്ങുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള ചെറിയ വെളിച്ചത്തിലൊക്കെയുള്ള വിഷൻ സഹായിക്കുന്നത് ഈ റോഡ് സെൽസ് ആണ്. റോഡ് സെൽസിൽ ഉള്ള പിഗ്മെന്റ്, അവിടെ ഒരു വിഷ്വൽ പിഗ്മെന്റ്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. വിഷ്വൽ പിഗ്മെന്റ്സ്. അപ്പോൾ ഈ വിഷ്വൽ പിഗ്മെന്റ്സ് ആണ് നമ്മളെ കാഴ്ചയ്ക്ക് സഹായിക്കുക. അപ്പോൾ ഈ വിഷ്വൽ പിഗ്മെന്റ്സ്, കോണിലുള്ള വിഷ്വൽ പിഗ്മെന്റ്സ് ആണ് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ കോൺഓപ്സിൻ എന്നതിനെ വിളിക്കും. റോഡ് സെൽസിലുള്ള വിഷ്വൽ പിഗ്മെന്റിനെ നമ്മൾ റോഡോപ്സിൻ എന്നാണ് വിളിക്കുക. റോഡോപ്സിൻ എന്ന് വിളിക്കുക. So these are the two visual pigments, photopsin and rhodopsin. Photopsin in cone cells and rhodopsin or conopsin in cone cells and rhodopsin in rod cells. Okay. And this photopsin or conopsin, there are three different types of photopsin in cone cells. അതായത് കളർ വിഷന് സഹായിക്കുന്ന മൂന്ന് ഡിഫറെന്റ് തരത്തിലുള്ള പിഗ്മെന്റ് ഈ കോൺ സെൽസിലുണ്ട്. ചുവന്ന ലൈറ്റിനോട് പ്രതികരിക്കുന്ന നമ്മൾ എറിത്രോ ലാബ് എന്നും ഗ്രീൻ ലൈറ്റിനോട് പ്രതികരിക്കുന്നതിനെ ക്ലോറോ ലാബ് എന്നും ബ്ലൂ ലൈറ്റിനോട് പ്രതികരിക്കുന്നതിനെ സൈനോ ലാബ് എന്നും വിളിക്കുന്നു. So these three are the different pigments for color vision present in the cone cells. Okay. അപ്പോൾ ഈ മൂന്ന് ഇതിൽ നിന്നും ഉണ്ടാകുന്ന സിഗ്നൽസ് ബ്രെയിനിൽ എത്തുമ്പോൾ ബ്രെയിൻ ആണ് ആ കളർ നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുക. അത് അവിടെ മിക്സ് ചെയ്യപ്പെടുകയും അങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ മൂന്നെണ്ണത്തിന്റെ മിക്സിങ്ങിന്റെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ. So these are about different cells, rod cells and cone cells and pigments present in the okay. അപ്പോൾ റോഡ് സെൽസ് ഉണ്ടാക്കുന്നത് സ്കോട്ടോപിക് വിഷൻ ആണ് പറഞ്ഞു. റോഡ് സെൽസ് ഉണ്ടാക്കുന്നത് ഡിം ലൈറ്റ് വിഷൻ അല്ലെങ്കിൽ സ്കോട്ടോപിക് വിഷൻ എന്നാണ് വിളിക്കുക. കോൺ സെൽസ് ഉണ്ടാക്കുന്നത് ബ്രൈറ്റ് ലൈറ്റ് വിഷൻ ആണ്. അതിന് സഹായിക്കുന്ന ബ്രൈറ്റ് ലൈറ്റ് വിഷനെ സഹായിക്കുന്നു. അതിന് നമ്മൾ ഫോട്ടോപിക് വിഷൻ എന്ന് വിളിക്കുന്നു. കോൺ സെൽസിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് കളർ വിഷൻ ഉണ്ടാക്കുക എന്നുള്ളത്, കളറിനെ തിരിച്ചറിയാൻ സഹായിക്കുക എന്നുള്ളത്. അതിന് സഹായിക്കുന്ന
മൂന്ന് തരത്തിലുള്ള പിഗ്മെന്റ്സ് ആണ് കോൺസെൽസിൽ ഉള്ളത്. എറിത്രോലാബ് ഫോർ റെഡ് ലൈറ്റ്, ക്ലോറോലാബ് ഫോർ ഗ്രീൻ ലൈറ്റ് ആൻഡ് സൺലോബ് ഫോർ ബ്ലൂ ലൈറ്റ്. ഇതിന്റെ മിശ്രണം ബ്രെയിനിലാണ് നടക്കുക. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് കാണാൻ സാധിക്കും, ഡിഫറെന്റ് കളേഴ്സ് തിരിച്ചറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ സെൽസാണ്, ഇതൊക്കെ എല്ലാം റിസപ്റ്റർ സെൽസാണ്, റെറ്റിനയിലുള്ള റിസപ്റ്റർ സെൽസാണ്. ഈ റെറ്റിന 3 ലെയറുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആക്ച്വലി ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 3 ലേയേഴ്സ്. കോൺ സെൽസിന്റെയും റോഡ് സെൽസിന്റെയും ലെയർ മാത്രമല്ല, അത് കൂടാതെ 2 ലെയർ കൂടി വേറെയുണ്ട്. അങ്ങനെ 3 ലെയർ കൊണ്ടാണ് ഈ റെറ്റിന ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ, അതായത് ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഈ ലെയർ, ഇന്നർമോസ്റ്റ് ലെയറിൽ ഒരു ഗാംഗ്ലിയോണേറ്റഡ് ലെയർ, ഗാംഗ്ലിയോൺ സെൽ ലെയർ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് എ ലെയർ ഓഫ് ബൈപോളാർ സെൽസ്, എ ലെയർ ഓഫ് ബൈപോളാർ സെൽസ്. സോ ദ ഇന്നർമോസ്റ്റ് ലെയർ ഈസ് എ ഗാംഗ്ലിയോൺ സെൽ ലെയർ. Nerve cells are okay. Ganglion cell layer. Then the second layer is a layer of bipolar neurons, layer of bipolar neurons, and the third layer is the photoreceptor layer. അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്, photoreceptor layer. 2 തരത്തിലുള്ള photoreceptors ആണുള്ളത്. ലൈറ്റ് റിസെപ്റ്റേഴ്സിനാണ് നമ്മൾ photoreceptors വിളിക്കുക. 2 തരത്തിലുള്ള photoreceptors ആണ് കോൺ സെൽസ് ആൻഡ് റോഡ് സെൽസ്. ഇതിന്റെ ഒരു ലെയർ അത് ഏറ്റവും ഉൾഭാഗത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ലൈറ്റ് പാസ് ചെയ്യുന്നു, കോർണിയ പാസ് ചെയ്തു, കോർണിയ കടന്ന് ലെൻസിൽ പതിക്കുന്നു, ലെൻസ് അതിനെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ലെൻസിൽ നിന്ന് വരുന്ന ലൈറ്റ് ആദ്യം പതിക്കുന്നത് എവിടെയാണ്? ഈ ഗാംഗ്ലിയോൺ സെൽസിലാണ് പതിക്കുക. അത് കഴിഞ്ഞ് ബൈപോളാർ സെൽസിൽ ഏറ്റവും പുറകിലുള്ള ലെയറാണ് ഈ ഫോട്ടോ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഫോട്ടോ റിസെപ്റ്റർ ലെയർ എന്ന് വിളിക്കുന്ന ലെയർ. ഓക്കെ, ഈ ഫോട്ടോ റിസെപ്റ്റർ ലെയർ കോൺ സെൽസ് ആൻഡ് റോഡ് സെൽസ് ഉണ്ടല്ലോ, ഇവ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ റിസെപ്റ്ററും ഒരു ന്യൂറോണുമായി സിനാപ്സിലാണ്. അപ്പൊ അങ്ങനെ ന്യൂറോണുമായി സിനാപ്സിലുള്ള ഈ നെർവുകൾ, ഇതിൽ നിന്ന് ഓരോന്നിലും നെർവ് പുറപ്പെടുന്നുണ്ട്, ഓരോന്നിൽ നിന്നും ഒരു ന്യൂറോൺ പുറപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോന്നിൽ നിന്നും ഒരു ന്യൂറോൺ പുറപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ന്യൂറോൺസ് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് എല്ലാ ന്യൂറോൺസും കൂടി ജോയിൻ ചെയ്ത് ഒരു ഒപ്റ്റിക് നെർവായിട്ടാണ് പുറത്തേക്ക് വരിക. ഈ ഒപ്റ്റിക് നെർവ് പുറത്തേക്ക് വരുന്ന ആ ഭാഗം, ഒപ്റ്റിക് നെർവ് പുറത്തേക്ക് പോയി അത് ബ്രെയിനിന്റെ വിഷ്വൽ ഏരിയയിലേക്കാണ് പോവുക. ഓക്കെ, ഇത് പുറത്തേക്ക് വരുന്ന ഈ ഭാഗത്ത് റെറ്റിനയിലെ ആ സ്പോട്ടിനെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കും. കാരണം അവിടെ റോഡ് സെൽസോ കോൺ സെൽസോ ഇല്ല, അവിടെ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നു. കാരണം അവിടെ ഇമേജ് വീണാൽ, ഒരു വസ്തുവിന്റെ ഇമേജ് അവിടെയാണ് പതിയുന്നതെങ്കിൽ എന്ത് സംഭവിക്കില്ല? അവിടെ കാഴ്ച ലഭിക്കില്ല. അപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നു. സോ ദിസ് ഇസ് ദ ബ്ലൈൻഡ് സ്പോട്ട്. ഇനി റെറ്റിനയുടെ ഏകദേശം മധ്യഭാഗത്ത് മറ്റൊരു സ്പോട്ട് കാണും. റെറ്റിനയുടെ മധ്യഭാഗത്തായി കാണുന്ന മറ്റൊരു സ്പോട്ട്, a spot that is in line with the center of the lens and the cornea. Here a spot can be seen, and this spot is called the yellow spot or fovea, where maximum number of corn cells are present. This is a yellow spot or fovea, where maximum number of corn cells are present, and as a result most clear vision is possible in this area. So this spot is called yellow spot or fovea. ഏറ്റവും നല്ല വിഷൻ, ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഇവിടെയാണ് കിട്ടുക.
നമ്മൾ നോക്കുന്ന വസ്തുവിന്റെ ഇമേജ് ഫോവിയയിലാണ് പതിക്കുന്നതെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ക്ലിയർ വിഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് ദാറ്റ് സ്പോട്ട് ഇസ് കോൾഡ് ഫോവിയ, യെല്ലോ സ്പോട്ട്, വേർ മാക്സിമം നമ്പർ ഓഫ് കോൺ സെൽസ് ആർ പ്രസന്റ്. ഓക്കെ, ഇത് രണ്ട് അറകൾ കാണാൻ സാധിക്കും. രണ്ട് അറകളുണ്ട്. സോ വൺ ചേംബർ ഈസ് ബിറ്റ്വീൻ ദ കോർണിയ ആൻഡ് ദ ലെൻസ്. അപ്പൊ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള ഈ ചേംബറിനെ നമ്മൾ അക്വസ് ചേംബർ എന്നാണ് വിളിക്കുക. ഈ ചേംബറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദിസ് ചേംബർ ഈസ് കോൾഡ് അക്വസ് ചേംബർ. Aqueous chamber എന്ന് വിളിക്കുന്നു. This aqueous chamber is filled with a fluid called aqueous humor. Aqueous humor, and the cavity between the lens and the retina. Between the lens and the retina there is another chamber, and this chamber is called the vitreous chamber. Vitreous chamber, and vitreous chamber is filled with a fluid, a humor called vitreous humor. We രണ്ട് humor, aqueous humor and vitreous humor, both these are very essential to maintain the natural shape of the eyeball. ഐബോളിന് അതിൻ്റെതായ ഒരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് വിഷന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെന്തെങ്കിലും ഡിസ്റ്റോർഷൻ സംഭവിച്ചാൽ, ആ ഷേപ്പിന് ഡിസ്റ്റോർഷൻ സംഭവിച്ചാൽ അത് ബാധിക്കും, അത് കാഴ്ചയെ ബാധിക്കും. അപ്പോൾ അത് ഷേപ്പിനെ സഹായിക്കുന്നു, അതേപോലെ കുറച്ചൊക്കെ ന്യൂട്രീഷന് സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ഹ്യൂമേഴ്സ് ഉണ്ട്, അക്വസ് ഹ്യൂമർ ആൻഡ് വിട്രിയസ് ഹ്യൂമർ. ഇതാണ് കണ്ണിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്ക് വിഷൻ എങ്ങനെയാണ് സാധ്യമാവുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ് കാഴ്ച സാധ്യമാവുന്നത്? ഓക്കെ, കാഴ്ച സാധ്യമാവുന്നത് ലൈറ്റ് റേസ് ആർ നമ്മൾ നോക്കുന്ന വസ്തുവിൽ, നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തുവിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റാണ് നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ഏതൊരു വസ്തുവിലും സൂര്യപ്രകാശം പതിക്കുന്നുണ്ട്, അതിൽ നിന്നൊക്കെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതി, ലൈറ്റൊക്കെ വ്യത്യാസമായിരിക്കും. എനിവേ എവറി ഒബ്ജക്ട് റിഫ്ലക്ട്സ് ദ ലൈറ്റ് ദാറ്റ് ഈസ് ഫോളിങ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മൾ നോക്കുന്ന വസ്തുവിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിനെ, ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കോർണിയയിൽ കൂടി കടന്ന് ലെൻസിൽ പതിക്കും. അപ്പോൾ ലെൻസ് അതിനെ ഫോക്കസ് ചെയ്യുന്നു. അവിടെ അതിൻ്റെ ഒരു ഇൻവേർട്ടഡ് ഇമേജ്, ആ വസ്തുവിൻ്റെ ഒരു ഇൻവേർട്ടഡ് ഇമേജ്, വസ്തുവിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ലെൻസിൽ പതിക്കുന്നു. ആ ലെൻസ് എന്ത് ചെയ്യുന്നു? അതിനെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. റെറ്റിനയിൽ ഒരു ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാവുകയും ഏത് ഭാഗത്താണോ ആ ഇമേജ് പതിക്കുന്നത് അത്രയും ഭാഗത്ത്, ഇമേജ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണെന്ന് പറയണം, ബീം ഓഫ് ലൈറ്റ് ആണ്, ആ ഒബ്ജക്റ്റിന്റെ അതേ ആകൃതിയിലുള്ള ബീം ഓഫ് ലൈറ്റ് ആണ് റെറ്റിനയിൽ പതിക്കുക. അപ്പോൾ അത്രയും ഭാഗത്തുള്ള റോഡ് സെൽസോ കോൺ സെൽസിലോ റോഡ് സെൽസിലോ ഉള്ള വിഷ്വൽ പിഗ്മെന്റ്സിന് ചില കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. ഇപ്പോൾ റോഡോപ്സിൻ റോഡോപ്സിൻ എന്ന വിഷ്വൽ പിഗ്മെന്റ്. ഈ വിഷ്വൽ പിഗ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് കോമ്പോണന്റ് കൊണ്ടാണ്. ഒന്ന് ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, മറ്റൊന്ന് റെറ്റിനാൾ എന്ന് പറയുന്ന ഒരു ആൽഡിഹൈഡാണ്, റെറ്റിനോൾ. അപ്പോൾ റെറ്റിനാൾ പ്ലസ് ഓപ്സിൻ ആണ് ഈ റോഡോപ്സിൻ. ഈ റെറ്റിനാൾ എന്ന് വിളിക്കുന്ന ഒരു ആൽഡിഹൈഡ് വിറ്റമിൻ എയിൽ നിന്നും ഡിറൈവ് ചെയ്തുണ്ടാകുന്നതാണ്. വിറ്റമിൻ എയുടെ ഡെറിവേറ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല കാഴ്ചശക്തിക്ക് വിറ്റമിൻ എ ആവശ്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഓക്കെ, ഇപ്പം ലൈറ്റ്, ഈ റോഡോപ്സിൻ ലൈറ്റ് വീണ് കഴിയുമ്പോൾ, ലൈറ്റ് പതിക്കുമ്പോൾ റോഡോപ്സിൻ സ്പ്ലിറ്റ്സ് ഇൻറ്റു റെറ്റിനാൾ ആൻഡ് ഓപ്സിൻ. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. റെറ്റിനാളും ഓപ്സിനുമായി അത് സ്പ്ലിറ്റ് ചെയ്യും. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ that triggers so many changes in the cell, so that its permeability changes. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു നെർവ് ഇമ്പൾസ് ഉണ്ടാവുകയും ചെയ്യും.
അപ്പോൾ നെർവ് ഇമ്പൾസ് ഉണ്ടാകാൻ ആവശ്യമായ മാറ്റങ്ങളൊക്കെ അവിടെ നടക്കുകയും അങ്ങനെ നെർവ് ഇമ്പൾസ് ഉണ്ടാവുകയും ആ നെർവ് ഇമ്പൾസ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ റോഡ് സെൽസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ നെർവ് ഇമ്പൾസുകൾ ബ്രെയിനിലെ ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലെ വിഷ്വൽ ഏരിയയിലെത്തുകയും അവിടെ അത് അനലൈസ് ചെയ്യപ്പെടുകയും അപ്പോൾ നമുക്ക് കാഴ്ച അനുഭവവേദ്യമാകുകയും ചെയ്യും. അപ്പോൾ കാഴ്ച അനുഭവവേദ്യമാകുന്നത് ബ്രെയിനിന്റെ സഹായത്താൽ. ഓക്കെ, അപ്പൊ കണ്ണിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമേജ്, ഒരു ബീം ഓഫ് ലൈറ്റ് ക്യാപ്ചർ ചെയ്യുകയും അതനുസരിച്ചുള്ള ഒരു ഇമ്പൾസ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കണ്ണിന്റെ ജോലി. ആ ഇമ്പൾസ് ബ്രെയിനിലെത്തി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? നമുക്ക് കാഴ്ച ലഭിക്കും. ബ്രെയിനിൽ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? നമുക്ക് കാഴ്ച, വസ്തുവിനെ കാണാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ബ്രെയിനിന്റെ വിഷ്വൽ ഏരിയയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അത് കാഴ്ചയെ ബാധിക്കും. കണ്ണിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കൂടി അത് കാഴ്ചയെ ബാധിക്കുന്നത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഫിസിയോളജി ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ലൈറ്റ് റേസ് ആർ പാസ്ഡ് ത്രൂ ദ കോർണിയ ആൻഡ് ഫോൾ into the lens. A lens focuses the beam of light on the retina and that part of the rod cells and cone cells are stimulated. അവിടെയുള്ള ഓപ്സിൻസ്, അവിടെയുള്ള വിഷ്വൽ പിഗ്മെന്റ്സ്, റോഡോപ്സിൻ ആണെങ്കിൽ അത് ഓപ്സിനും റെറ്റിനാളുമായി വിഭജിക്കപ്പെടുന്നു. ആ കെമിക്കൽ ചേഞ്ച് ഒരു നെർവ് ഇമ്പൾസ് ഉണ്ടാക്കുന്നു. ഒരു ഇമ്പൾസ് ഉണ്ടാക്കുകയും ആ ഇമ്പൾസ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സെൽസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒപ്റ്റിക് നെർവ് വഴി അത് ബ്രെയിനിന്റെ വിഷ്വൽ എത്തുമ്പോൾ അവിടെ അനലൈസ് ചെയ്യപ്പെടുകയും അങ്ങനെ നമുക്ക് ആ വസ്തുവിനെ കാണാൻ സാധിക്കുകയും ചെയ്യും. സോ ദാറ്റ്സ് അബൌട്ട് ദ സ്ട്രക്ചർ ആൻഡ് ദ ഫങ്ഷനിങ് ഓഫ് ദി ഐ. ഇത്രയുമാണ് നിങ്ങൾക്ക് കണ്ണിനെ കുറിച്ച് പഠിക്കാൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇയറിനെ കുറിച്ച് പഠിക്കാം.